പാവം പിടിച്ച കർഷകരല്ലേ ഞങ്ങള്, നെൽകൃഷി ചെയ്യുന്നവരല്ലേ, നാണമില്ലടൂ. താനൊക്കെ ഉച്ചയ്ക്ക് ഉണ്ണുന്നില്ലടൂ. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാടൂ, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാ, ഈ ഇരിക്കുന്ന ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടാടൂ. നീയൊക്കെ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയി ഓരോ ഹോട്ടലിലും നിന്റെ വീട്ടിലും പോയി ഇരിക്കുമ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നീയൊക്കെ അവിടെ ഉരുട്ടുന്നത്. ഒരിക്കലും നേരം വെളുക്കില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനോട് ഇനി എന്ത് പറയാനാ? ഞങ്ങൾ മടുത്ത് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഈ അവസ്ഥ ഒരു പ്രതീകാത്മകമാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്, പാലക്കാടും വയനാട്ടിലും കുട്ടനാട്ടിലും മറ്റുള്ള അപ്പർ കുട്ടനാടൻ മേഖലകളിൽ എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നിങ്ങൾ എണ്ണം എടുക്കണം. അത് അവരുടെ കുടുംബ പ്രശ്നം കൊണ്ടൊന്നുമല്ല, സാമ്പത്തിക പരാധീനത കൊണ്ട് നെൽകൃഷി ചെയ്ത് അതിന്റെ പൈസ കിട്ടാതെ ബാങ്ക് തോറും കയറി ഇറങ്ങി. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ അവകാശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? പാസ്ബുക്കുകളുടെ എണ്ണം. പണ്ടൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നോട്ട്ബുക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടി തൂക്കി പോകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലാണ് ഇപ്പൊ പാസ്ബുക്കുകൾ എല്ലാ ബാങ്കിൽ നിന്നും ഞങ്ങൾക്കുണ്ട്. കാരണം ഓരോ വർഷം പറയും മറ്റേ ബാങ്കിലോട്ട് പോകും, അവിടുന്നാണ് ഈ പ്രാവശ്യത്തെ സപ്ലൈ. അവിടെ ചെന്നാലേ നിങ്ങൾക്ക് പൈസ സപ്ലൈകോ ഇന്ന് നിങ്ങൾക്ക് ബാങ്ക് ത്രൂ കിട്ടത്തുള്ളൂ. ഉടനെ നമ്മൾ അവിടെ അക്കൗണ്ട് എടുക്കും. അടുത്ത ബാങ്കിൽ അടുത്ത വർഷം പറയും. ഇതൊക്കെ മടുത്ത് സിവിൽ സ്കോർ എന്ന് പറഞ്ഞ ഒരു വലിയ ദുരന്തം ഞങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും പഠന ആവശ്യം കുട്ടികളുടെ, അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹ ആവശ്യം, അല്ലെങ്കിൽ ഒരു വീട് എന്നൊക്കെ പറയുന്നതല്ലേ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഒരു സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾക്ക് ലോണുണ്ടെന്ന്. അന്നും ഇത് തന്നെയാണ് സംഭവിച്ചത്. എന്റെ സുഹൃത്ത് ഈ പറഞ്ഞ കളമശ്ശേരിയിലെ കർഷക വേദി വെച്ച് ഇവിടുത്തെ മന്ത്രിമാരെ ഇരുത്തി, കൃഷിമന്ത്രിയെ ഇരുത്തി അദ്ദേഹം പറഞ്ഞു, എന്റെ സുഹൃത്ത് കൃഷ്ണപ്രസാദിനും മറ്റുള്ള കർഷകർക്കും പൈസ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവർ ഓണത്തിന് ഉപവാസം ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അന്നാണ് എല്ലാവരും അറിയുന്നത്. ഉടനെ എന്റെ പുറകെ വന്നു, എനിക്ക് പൈസ കിട്ടിയെന്ന്. എനിക്ക് പൈസ കിട്ടിയതല്ലല്ലോ, അന്നുകൊണ്ട് ഏതാണ്ട് 28,000 പേർക്ക് നെൽകർഷകർക്ക് പൈസ കിട്ടാനുണ്ട്. ഈ സമയത്തുണ്ട് 245 കോടി രൂപ ഈ ദിവസം ഇന്ന് വരെ ഇപ്പൊ കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ പാലക്കാട് കൊയ്ത്ത് കഴിഞ്ഞത്, അതിനൊരു തീരുമാനമില്ല. എറണാകുളത്ത് കൊയ്ത്ത് കഴിഞ്ഞു, നെല്ലെടുക്കാൻ ആളില്ല. അപ്പർ കുട്ടനാടൻ മേഖലകളിൽ കൃഷി തുടങ്ങേണ്ടതുണ്ട്, കൊയ്ത്താവുന്നതുണ്ട്. ഇതൊന്നും ഇവര് മനസ്സിലാക്കുന്നില്ലേ? ഒരു കൃഷി വകുപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ കീഴിൽ ഒരു വർഷം ഏതാണ്ട് 4,000 കോടി രൂപയാണ് ചെലവ് വരുന്നത് പല രീതികളിൽ. എന്താ ഇതൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്കൊരു 2 മാസം 3 മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തോ ആയിരിക്കും? നിങ്ങളൊക്കെ സൂചിച്ച് ജീവിക്കുന്നുണ്ടല്ലോ. ചിങ്ങ 1-ാം തീയതി കാർഷിക ദിനമെന്നുള്ള രീതിയിൽ കൃഷി ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ എല്ലാം ആഘോഷിച്ചു. അപ്പോഴും ഞങ്ങള് പാടശേഖരത്തെ കൃഷിക്കാരോട് കാശ് മേടിച്ചാണ് ഇവരെല്ലാം ചെയ്തത്. ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥരുള്ള അവരുടെ കയ്യിൽ നിന്ന് 1 രൂപ അവരും മുടക്കത്തില്ല. പാവം പിടിച്ച കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് പിന്നെയും പിച്ചച്ചട്ടയിൽ കൈയിട്ട് വാരുന്ന സ്വഭാവം. ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 17, ഓഗസ്റ്റ് 9-ാം തീയതി വരെ ഏതാണ്ട് 3,110 പേർക്ക് പാസ്സാക്കിയിട്ടില്ല, ലോൺ പാസ്സാക്കിയിട്ടില്ല. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ എവിടാണ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നത്? ഓരോ വർഷവും ഈ കഴിഞ്ഞ 2 വർഷമേ ആയുള്ളൂ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ഒരുമിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ നെൽകർഷകർ ഒരുമിച്ച ഒരു സംയുക്ത വേദി ഉണ്ടായിട്ടില്ല. അതിനാണിപ്പോൾ ഞങ്ങളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ദേശീയ രീതിയിൽ ഭരിക്കുന്ന നാഷണൽ പാർട്ടിയോടും അതോടൊപ്പം ഗവൺമെന്റിനോടും, ദേശീയ ഗവൺമെന്റിനോടും സംസ്ഥാന സർക്കാരിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ കൃഷി ചെയ്യുന്നു. ഇവിടുത്തെ പോലീസുകാർ ഞങ്ങളെ 1-2 പേര് വളരെ മോശമായിട്ട് പെരുമാറി. ഞങ്ങൾക്ക് അതൊന്നും തിരിച്ചടിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ട്. പിന്നെ പാവം പിടിച്ച കർഷകരല്ലേ ഞങ്ങള്, നെൽകൃഷി ചെയ്യുന്നവരല്ലേ, നാണമില്ലടൂ. താനൊക്കെ ഉച്ചയ്ക്ക് ഉണ്ണുന്നില്ലടൂ. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാ, ഈ ഇരിക്കുന്ന ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടാണോ? നീയൊക്കെ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയി ഓരോ ഹോട്ടലിലും നിന്റെ വീട്ടിലും പോയി ഇരിക്കുമ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നീയൊക്കെ അവിടെ ഉരുട്ടുന്നത്. ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന്റെ ഫലമാണ്. ഞങ്ങൾക്ക് പാടത്തും ചെളിയിലും പണിയെടുക്കാൻ കരുത്തുണ്ടെങ്കിൽ തിരിച്ച് നിരക്കിട്ട് പണിയാനും ഞങ്ങൾക്കറിയാം. പക്ഷെ നിന്റെയൊക്കെ 2-3 മാസത്തെ ശമ്പളം ഇല്ലാതായാൽ, ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നഷ്ടപ്പെട്ടാൽ അത് അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഞങ്ങൾ കരുതുന്നു. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഈ സർക്കാരിന് അങ്ങനെയെങ്കിലും ഒരു സൽബുദ്ധി ഉണ്ടാവാൻ
ജഗദീശ്വരൻ കാക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന പാവങ്ങള് ഞങ്ങൾക്ക് പണിയില്ലാതെ ഇരിക്കുകയല്ല, ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് ഓരോ രീതിയിലും. മിനിഞ്ഞാന്ന് സിവിൽ സപ്ലൈസിന്റെ മന്ത്രി ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയാൻ പാടുണ്ടോ? നിയമസഭയെ പറഞ്ഞിരിക്കുന്നു 2800 ചില്ലുവാനും കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പൊ ഓരോ മാസം കഴിഞ്ഞ ഓണത്തിന് ലോൺ എടുപ്പായിരുന്നു. എന്നാ പിന്നെ ഈ 2800 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാണ്ട് അത് മേടിക്കാതിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ ലോണെങ്കിലും മേടിക്കായിരുന്നു. ഇവിടെ ഒരു സാമാന്യ ബോധം വേണ്ടേ? എവിടുന്ന് കിട്ടുന്നു? നിങ്ങൾ 2017 തൊട്ടുള്ള കണക്ക് കൊടുത്തിട്ടില്ലെന്നാണ് ഞങ്ങളുടെ വിവരം. നിങ്ങൾ കൊടുക്കൂ, കാശ് മേടിക്കൂ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കൂ. പാവം പിടിച്ച കൃഷിക്കാരന്റെ നെഞ്ചത്ത് കയറി ഇതൊന്നും ഞാൻ ചോദിച്ചു. 50 വയസ്സിൽ താഴെയുള്ള എത്ര കൃഷിക്കാരുണ്ട് ഈ കേരളത്തിൽ? കൃഷി തൊഴിലാളികളില്ല, കർഷകരും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ ബഹുമാനീയനായ ഒരു മന്ത്രി, കൃഷിമന്ത്രിയെ ഇരുത്തി പറഞ്ഞതുപോലെ കേരളത്തിൽ ഇനിയും കൃഷി വേണ്ട, തമിഴ്നാട്ടിലോ മറ്റുള്ള സംസ്ഥാനത്തോ മതി. ശരിയാണ്, അവിടെയൊക്കെ കൊടുക്കുന്നതെന്ന് പോയി കാണാ. നിങ്ങളൊക്കെ അവിടുത്തെയൊക്കെ മന്ത്രിസഭ അവിടുത്തെ കർഷകരോട് കാണിക്കുന്ന വിവേചനമില്ലാത്ത പെരുമാറ്റം നിങ്ങൾ വന്ന് കണ്ടു നോക്ക്. അതുകൊണ്ട് അവിടെ കൃഷിക്കാരുണ്ടാവുന്നത്. ഇവിടെ കൃഷിക്കാരുണ്ട് ഇങ്ങനെ കുറച്ച് മണ്ടന്മാരായിട്ട്. ഏതാണ്ട് 4 വർഷം മുമ്പ് വരെ 4 ലക്ഷം നെൽകർഷകർ ഈ കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഉള്ളത് 2,06,788 പേര് മാത്രമായി ചുരുങ്ങി എന്നുള്ളത് നിസ്സാരമായിട്ട് കാണല്ലേ. ഞങ്ങൾ കുറച്ച് മണ്ടന്മാരും കൂടി ഇനി ഇങ്ങനെയൊക്കെ കൃഷിയൊക്കെ ചെയ്തു പോകും. ഞങ്ങളെ കൂടെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെയൊക്കെ പോയാൽ ഒരു 4-5 വർഷം കൊണ്ട് ഇതൊക്കെ അങ്ങ് അവസാനിപ്പിക്കും. മന്ത്രി പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നോക്കിയിരിക്കാം. കഴിഞ്ഞ ഇടയ്ക്ക് പെട്ടെന്നാണ് വെളിച്ചെണ്ണയുടെ വില കൂടിയത്. അന്ന് 550-600 ആയപ്പോഴും മേടിക്കാൻ സാധിച്ചു. പക്ഷേ അരിയുടെ വില 4 വർഷം മുമ്പ് 42 രൂപയായിരുന്നത് ഇന്ന് 60 രൂപയായി. പക്ഷേ 4 വർഷമായിട്ട് കർഷകന് കിട്ടുന്ന നെല്ലിന്റെ വില 28 രൂപ 20 പൈസ മാത്രമാണ്. 2002 12 രൂപയാണ് കൈകാര്യ ചെലവ്. ഇന്നത് 250 മുതൽ 300 രൂപ വരെയാവുന്നു. എന്തേ നിങ്ങൾക്കൊന്നും ബോധമില്ലേ? നിങ്ങൾക്കൊന്ന് ഞങ്ങളെ പരിഗണിച്ചൂടെ? ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറഞ്ഞാൽ കർഷകനോട് ഏറ്റവും കൂടുതൽ കൂറ് കാണിക്കുന്നതാണ്. അന്ന് കർഷകന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുമ്പോഴാണ്. അന്ന് ഒരു കാലത്ത് 2018 തോന്നുന്നു, 18 BS അച്യുതാനന്ദൻ 12 കാലഘട്ടങ്ങളിൽ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നെല്ല് അവിടെ കിടക്കുക കതിരോടെ. അന്ന് BS അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രി, മുല്ലക്കര രത്നാകരൻ എന്ന കൃഷിമന്ത്രിയും പറഞ്ഞു അതോടെ എടുത്തോണം, ഒരു കുറവും ഉണ്ടാക്കരുത്, മോയ്സർ എന്ന് പറഞ്ഞൊരു കുറവും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അന്ന് നെല്ലെടുത്ത ഒരു പാരമ്പര്യവും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുണ്ട്. എന്തേ പിണറായി സർക്കാർ? താങ്കളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഇവർക്ക് വിവരമില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ നിങ്ങളുടെ പ്രതിനിധികളായിട്ട് പങ്കെടുത്തവരല്ലേ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിയത് കർഷകന് ആനുകൂല്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ്? എന്തുകൊണ്ട് ഈ പറഞ്ഞ മന്ത്രിമാര് സൂചിച്ച AC-യിൽ ഇങ്ങനെ നടപ്പുണ്ടല്ലോ കാറെ? നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിന് മറുപടി പറയാൻ സാധിച്ചില്ല? ഇതെല്ലാം ഈ പറഞ്ഞ ഭാഗ്യം വളരെയധികം മന്ത്രിയാവാൻ സാധിച്ചു. ഇനിയിപ്പം മറ്റുള്ള പിന്നിൽ നിൽക്കുന്നവരെ കാണാൻ ഉള്ള പുറകോട്ട് നോക്കാനുള്ള മനസ്സില്ലെങ്കിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾ നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ അതിനൊരു കാരണം ഉണ്ടാക്കും. തീർച്ചയായും ഇതിനൊരു അവസാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നെൽകർഷകരുടെ ഈ കൂട്ടായ്മയായ സംയുക്ത കർഷക വേദി അങ്ങനെ വിരിഞ്ഞു പോവില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഈ സപ്ലൈകോയുടെ മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് താക്കീത് തരാനുള്ളത്. ഇതൊന്നും ഞങ്ങളുടെ പ്രതിനിധികളാണ് വന്നിരിക്കുന്നത്. പാവം പിടിച്ചവർ ഈ പറഞ്ഞില്ലേ നെല്ലൊക്കെ കൂട്ടിയിട്ട് അവിടെ നെല്ല് എങ്ങനെങ്കിലും എടുത്തോണ്ട് പോകുമെന്നും പറഞ്ഞ് യാചിച്ചിരിക്കുക. ഇത്രയൊക്കെ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി കാണണം. കൃഷി ചെയ്യുന്ന പാലക്കാടൻ കുട്ടനാടൻ മേഖലകളിൽ ഇത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ഈ ഭാഗത്തായിരുന്നു പൊക്കാളി കൃഷി. എവിടെ പൊക്കാളി കൃഷി? ഇപ്പോൾ എവിടെങ്കിലും പാരമ്പര്യമായ ഒരു കൃഷി രീതി ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ ഈ പറഞ്ഞ മന്ത്രിമാരും കൂട്ടരും ചെയ്തു കൂട്ടുന്നത്. ഓരോ വർഷവും അടുത്തടുത്ത പദ്ധതികൾ എങ്ങനെ കൃഷിക്കാരനെ ബുദ്ധിമുട്ടിക്കാമെന്നുള്ള ഇതാ. കഴിഞ്ഞ പ്രാവശ്യം ബുദ്ധിമുട്ടിച്ചു. നമ്മുടെയൊക്കെ ഒരു 5 കിലോ തൊട്ട് 100 കിലോയ്ക്ക് 5 കിലോ മുതൽ 30 കിലോ വരെയാണ് ഞങ്ങളുടെ തൂക്കക്കുറവ് ഉണ്ടായത് അല്ലേ? 30 കിലോ വരെ വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ മഴ പെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് യാചിക്കുക എങ്ങനെങ്കിലും എടുത്തോണ്ട് പോകാൻ. 30 കിലോ എങ്കിൽ 30 കിലോ അവന്റെ നെഞ്ചത്ത് കുത്തുക. എന്നാലും ഞങ്ങൾ സഹിച്ചു, കൊടുത്തു. ഇപ്പോൾ അടുത്തൊരു പദ്ധതിയുമായിട്ട് വന്നിരിക്കുക. 2002 നിർത്തിവെച്ച ഒരു പരിപാടിയാണ് സഹകരണ സംഘത്തിന്റെ നെല്ലെടുപ്പ്. അതുമായിട്ട് ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രി മറ്റുള്ളവരും ചർച്ചകളാണ്. അതിനുള്ള പദ്ധതികളിൽ സഹകരണ മന്ത്രിയെയും കൂടെ ചേർത്തുകൊണ്ട്
കോട്ടയത്ത് ഒരു മില്ലുമായിട്ട് അവരെ രൂപീകരിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങൾ കൊണ്ടെടുപ്പിക്കുക. ഇപ്പോഴും സഹകരണ സംഘം അന്ന് എടുത്തതിന്റെ പൈസ കിട്ടാനുള്ള ആൾക്കാർ ഈ ചുറ്റുപാട് കൊണ്ട് ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നതായി തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് സപ്ലൈകോയോട് ഒന്നും ഒരു വിരോധമില്ല. ഞങ്ങൾക്ക് 2 വർഷം 3 വർഷം മുമ്പ് ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ പൈസ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അത് 6, 7, 8 മാസമാകുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് പറയണം. നിങ്ങളുടെ ഒന്നും പോക്കറ്റിൽ നിന്ന് കാശ് തരണ്ട. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നിരിക്കുന്ന ആ ഉൽപ്പന്നത്തിന്റെ വില ഞങ്ങൾക്ക് നൽകണം. എവിടെങ്കിലും ഉണ്ടോ ഒരു ഉൽപ്പന്നം കൊടുത്തിട്ട് ഇത്രയും നാളും കാത്തിരിക്കുക എന്ന് പറഞ്ഞ ഇത്രയും വലിയ വിരോധാഭാസം? വളരെ 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 മോശമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ കർഷകർക്ക് വേണ്ടി ഒരു കാലത്ത് വലിയ വലിയ വാഗ്വാദങ്ങളുമായി മുന്നേറിയ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് സംയുക്ത കർഷക വേദിയാണ്. ഇതിനകത്ത് എല്ലാ പാർട്ടിക്കാരുമുണ്ട്, എല്ലാ ജാതിക്കാരുമുണ്ട്. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഈ പ്രക്ഷോഭത്തെ കണ്ടില്ലെന്ന് നടിച്ചാൽ ഇത് മുന്നോട്ട് പോവില്ല. സർക്കാരെ ഏതാണ്ട് 28 മണ്ഡലങ്ങളിൽ നെൽകർഷകർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങളൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.